UN സഭയെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഇപ്പോൾ കൂടി വരികയാണ്. അമേരിക്കയുടെ ചട്ടകമായിട്ടാണ് ഇപ്പോൾ UN സഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ആരോപണങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് എന്ന് വർത്തമാന ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ UN സഭയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ മുസ്ലിം രാജ്യങ്ങളുടെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് കഠിനമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും എടുക്കുന്ന അതേ UN സഭ ഇസ്രായേലിൻ്റെ വിഷയം വരുന്ന സമയത്ത് മൗനം പാലിക്കുന്ന രീതിയാണ് കാണുന്നത്. ഇറാഖിൻ്റെയും സദാം ഹുസൈൻ്റെയും വിഷയം വരുന്ന സമയത്ത് 30ഓളം രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് യുദ്ധം ചെയ്യണം എന്നുള്ള അഭിപ്രായം അമേരിക്ക തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഇസ്രായേലിനെ കൂട്ടക്കൊലതി ഗസക്കകത്ത് നടത്തുന്ന സമയത്ത് മൗനം പാലിക്കുകയും അത് അവർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അങ്ങനെ നടക്കുന്നു. നമുക്ക് UN സഭയുടെ ചരിത്ര വൈകിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 193 അംഗങ്ങളാണ് UN സഭയിൽ നിലവിലുള്ളത്. ലോകത്തുള്ള രാജ്യങ്ങളിലെ ഏറെക്കുറെ രാജ്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്ന് ചുരുക്കം. വത്തിക്കാൻ സിറ്റി, ഫലസ്തീൻ എന്ന് പറയുന്ന 2 പ്രദേശം അത് ഒബ്സർവേഷൻ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. അംഗീകാരമുണ്ട് എന്നല്ലാതെ മറ്റ് രാജ്യങ്ങളോടൊപ്പം കൂട്ടി എഴുതിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് 193 പ്ലസ് വത്തിക്കാൻ പ്ലസ് ഫലസ്തീൻ എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ 195 രാജ്യങ്ങൾ. 1945 ഒക്ടോബർ 24 സ്ഥാപിക്കപ്പെട്ടത് ന്യൂയോർക്കിൽ. രണ്ടാം ലോക യുദ്ധം നടന്നിരിക്കുന്ന 1939 1945 ശേഷം ന്യൂയോർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു UN സഭാ സംവിധാനം ഉണ്ടാക്കണം എന്ന് 5 രാഷ്ട്ര ഭരണാധികാരികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ ഒരു സമാധാന സ്ഥാപനം, സമാധാന ദൂത് എന്ന തരത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ലക്ഷ്യകാര്യങ്ങൾ. യുദ്ധം തടയുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. 5 ലക്ഷ്യങ്ങൾ ഇതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് യുദ്ധം തടയുക എന്നുള്ളതാണ്. ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും കാലത്ത്, ഏതെങ്കിലും സാഹചര്യത്ത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാനുള്ള ആവശ്യമായിരിക്കുന്ന നടപടി കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് നിലനിൽക്കുന്നു. രണ്ടാമത്തെ തലത്തിൽ അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കാനുള്ള നടപടികൾ എടുക്കുക. അപ്പോൾ വിഷയപ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യവും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് അവിടെ സമാധാന കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യാവകാശ സംരക്ഷണം, യുദ്ധം ഉണ്ടാണെങ്കിലും അത് അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും മനുഷ്യരെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അവർക്ക് സുരക്ഷിത മേഖല ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തുക. സാമ്പത്തിക സാമൂഹിക പുരോഗതി രാജ്യത്തിനകത്ത് ഉടനീളം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക. സാമൂഹികപരമായി പിന്നോക്ക അവസ്ഥ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, അവരെ സാമൂഹികപരമായിട്ട് സഹായിക്കുക. ഇത്തരം കാര്യങ്ങളിൽ വിദ്യാഭ്യാസം, പാർപ്പിടം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിക്കുന്നു. വിശദീകരണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അടുത്തത് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ, സഹകരണങ്ങൾ ഉണ്ടാക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമില്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ യോജിപ്പിക്കുന്ന ഒരു മേഖലയിലൂടെ അവരെ എത്തിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് UN സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ആരൊക്കെയാണ് സ്ഥാപിച്ചത് നോക്കാം. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അതായത് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റാണ് അതിൽ പ്രധാനമായിരിക്കുന്ന പങ്ക് വഹിച്ചത്. അതോടൊപ്പം തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി, ജോസഫ് സ്റ്റാലിൻ USSRൻ്റെ പ്രസിഡന്റ്, ഈ ചിയാങ് യങ് നെഷക് ചൈനയുടെ പ്രസിഡന്റ്, ചാൾസി ഡി ഗോം ഫ്രാൻസിൻ്റെ അന്നത്തെ പ്രസിഡന്റ്. ഇവർ 5 പേരും കൂടി സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. ലക്ഷ്യകാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്? ഇതിൽ പറയപ്പെട്ട 5 കാര്യങ്ങളും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പേരാണ് ഫലസ്തീൻ. 5ഉം അവിടെ ഹനിക്കപ്പെടുന്നു. അതും നിത്യേന എന്നോണമല്ല, ഓരോ നിമിഷത്തിലും കൂട്ടക്കൊലകൾ നടക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാവുന്നു, പട്ടിണി മൂലം അവിടെ കൊല്ലപ്പെടുന്ന സ്ഥിതികൾ വരുന്നു, അവർക്കുള്ള ഭക്ഷണങ്ങൾ തടയപ്പെടുന്നു, അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാകുന്നു, അവരുടെ കൊടികൾ നശിപ്പിക്കുന്നു, സർവ്വമേഖല നാശങ്ങൾ. 260ഓളം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ യുദ്ധഭൂമുഖത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ. ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പരമാവധി വിദേശ രാജ്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടർമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചിലതെല്ലാം ജീവഭയം കൊണ്ട് നാട് വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഒളിഞ്ഞ് എടുക്കുന്ന ക്യാമറകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയുടെ ഭാഗത്തും പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പൂർണ്ണമായിരിക്കുന്ന വംശഹത്യ അവിടെ നടക്കുന്നുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭീകരമായിരിക്കുന്ന വംശഹത്യയാണ്, കൂട്ടക്കൊലയാണ് നടക്കുന്നത്. UN സഭയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജനറൽ അസംബ്ലിയും സുരക്ഷാ കൗൺസിലും
ഒരേ മേഖലയിൽ ന്യൂയോർക്കിൽ വെച്ച് പല ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട്. ആ ചേർന്ന സമയത്തൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോഷക സംഘമായിട്ട് UN മറ്റൊരു ബ്രാഞ്ച് പോലെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒന്ന് ജനീവയിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. ജനീവ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലാണ്, വിയന്നയിലുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. അത് ഓസ്ട്രിയയിലാണ്, നൈറോബിയിലുണ്ട്, അത് കെനിയയിലാണ്. ഇതിൻ്റെ പോഷക ബ്രാഞ്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചൊക്കെ കൊണ്ടെല്ലാം എന്തായിട്ടുണ്ട്, ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും 125 150 രാഷ്ട്രങ്ങൾ അതിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലതിൽ 158ഓളം രാഷ്ട്രങ്ങൾ, 158 162 രാജ്യങ്ങളാണുള്ളെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം 193 അംഗങ്ങളിൽ പല ഘട്ടത്തിൽ 185 165 അല്ല 185 രാജ്യങ്ങൾ പോലും പിന്തുണ അറിയിച്ച സംഭവം ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്നാമത് UN സൈനിക സംവിധാനമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് അവർക്ക് എന്താണോ താല്പര്യം, ഇഷ്ടം, ആ ഇഷ്ടങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ UN സഭയിൽ ഇപ്പം നടക്കുന്നത് എന്ന് ചുരുക്കം. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഫസ്റ്റ് സമയത്ത് തന്നെ ഇവിടെ പ്രമേയം വന്നു. 12 രാജ്യങ്ങൾ അതിനനുകൂലിച്ചു. ആ സമയത്ത് 2 രാജ്യങ്ങൾ എതിർത്ത് നിന്നു. അത് ഒന്ന് യമനാണ്, ഒന്ന് ക്യൂബാണ്. ഇന്ന് യുദ്ധം നയിക്കുന്ന യമൻ അന്ന് സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെതിരെ അമേരിക്ക നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ഏക മുസ്ലിം രാജ്യമാണ് എന്ന് കൂടി പറയാൻ പറ്റും, അല്ലെങ്കിൽ ഏക അറബ് രാജ്യമാണ് എന്ന് പറയാൻ പറ്റും. UN സുരക്ഷാ കൗൺസിൽ സൈനിക ആക്രമണം പാടില്ല എന്ന് അന്നൊരു ഉത്തരവുണ്ടായി. ആക്രമിക്കാൻ വേണ്ടി, അതായത് ഇറാഖിനെ ആക്രമിച്ചുകൊണ്ട് കീഴടക്കുന്ന പ്രവർത്തനത്തിനെ UN എതിർത്തു. ഈ UN ഉണ്ടാക്കിയത് ആരാണ്? അമേരിക്ക. ഇത് എതിർക്കുന്ന ആരാണ്? അതും അമേരിക്ക തന്നെ. ഈ ഫ്രഞ്ച്, റഷ്യ, ചൈന അന്നത്തെ യുദ്ധത്തിന്, സദ്ദാം ഹുസൈന് എതിരെയുള്ള യുദ്ധത്തിന് എതിർത്ത രാജ്യങ്ങളാണ്. എന്നാൽ അമേരിക്ക ഒറ്റയ്ക്ക് പുതിയ ഒരു കാഹളം ഉണ്ടാക്കി കുറേ രാജ്യങ്ങൾ അതിൽ ആഡ് ചെയ്ത് ഏകദേശം 40 രാജ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ 40 രാജ്യങ്ങൾ അടക്കമാണ് പിന്നീട് അവിടെ എന്ത് ചെയ്തത്? യുദ്ധം നടത്തിയത് എന്ന് ചുരുക്കം. ആ യുദ്ധത്തിൻ്റെ സ്ഥിതികൾ 1991 ഈ സദ്ദാമിൻ്റെ അല്ലെ ഇറാഖ് സൈന്യം കുവൈത്ത് പിടിച്ചടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികാരം നടക്കുന്നത് 2003 അങ്ങനെയാണ്. ഇവിടെ വെച്ചിട്ട് UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയം യുദ്ധത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ല. എന്നാൽ അതിന് വിരുദ്ധമായിരിക്കുന്ന നിലപാട് ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയാണ്. അതിന് തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നു. എല്ലാ UN സഭയിലും പ്രമേയം അവതരിപ്പിക്കുന്നു, യുദ്ധം നിർത്താൻ പറയുന്നു, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഇതൊന്നും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്തോളാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞു? ഇസ്രായേൽ പറയുന്നു. ആർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. 141 പ്രമേയങ്ങൾ 2005 ശേഷം ഇസ്രായേലിനെതിരെ UN സഭയിൽ അവതരിപ്പിച്ചതാണ്. ലോകത്ത് ഇത്രയേറെ പ്രമേയങ്ങൾ ഒരു രാജ്യത്തിനെതിരെ അവതരിപ്പിച്ച സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. 2022 15 പ്രമേയം, 2023 14, 2024 17 ഇത്രയും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് അത് നടപടിയിലേക്ക് എത്തുന്ന കാര്യത്തിൽ വീറ്റോ ചെയ്തുകൊണ്ട് അത് പരാജയപ്പെടുന്ന പ്രവൃത്തി അമേരിക്ക ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതൊരു നാടകമല്ലേ ഈ കളിക്കുന്നതൊക്കെ? UN സഭയുടെ ആവശ്യം എന്താണ്? അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഗുണം കാണുന്നില്ല. അല്ലെങ്കിൽ അത് പ്രത്യേകപരമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് നിലനിർത്താൻ സൈനിക സംവിധാന കാര്യങ്ങൾ വേണം. എന്നിട്ട് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കണം. ആ സംഭവം നടക്കാത്തിടത്തോളം കാലം അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ UN സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യൽ പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ UN സഭ പിരിച്ചുവിടുക. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കുന്ന നിലപാടോട് കൂടിയും കരാറോട് കൂടിയും അത് ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലും വലിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റ് ലോക രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന UN സഭ എന്ന് പറയുന്നത് അമേരിക്ക അംഗീകരിക്കില്ല. അതിന് പ്രഖ്യാപിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പിന്നെ അതോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നിടത്തെ കാര്യങ്ങൾ എത്തുകയാണ്. കാര്യം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു വേദിയായിട്ട് അമേരിക്ക UN സഭയെ ഉപയോഗിക്കുന്നു ഉണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.